ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്യുതൻ മരിക്കുകയാണ് കേട്ടോ. അച്യുതൻ്റെ മരണശേഷം ആകെ തകർന്ന് നിൽക്കുകയാണ് കേട്ടോ ഭൂമി. അങ്ങനെ തകർന്ന് നിൽക്കുന്ന ഭൂമിക്ക് ആശ്വാസമായി കൊണ്ട് അജയ് മാത്രമായിരിക്കും കേട്ടോ കൂടെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അജയ് ഒറ്റയ്ക്കായ ഭൂമി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് കേട്ടോ. സ്വീകരിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻ്റ് വിവാഹത്തിലൂടെ ഭൂമിയെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കുറച്ചു കാലത്തേക്ക് എന്ന് പറഞ്ഞ ഭൂമിയെ ഒരു എഗ്രിമെൻ്റ് വിവാഹത്തിന് സമ്മതിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അജയും പറയുന്നുണ്ട്, താനും ഇപ്പോൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, തനിക്കിതിൽ നിന്നൊരു റിലീഫും ആകും, എൻ്റെ ഒരു കാര്യവും നേരെയാകും. കാരണം എനിക്കിപ്പോൾ അഞ്ജനനെ ഒഴിവാക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റു യാതൊരു മാർഗ്ഗവും ഇല്ല. എൻ്റെ മുൻപിലൊരു കല്യാണം എന്നല്ലാതെ മറ്റു ഒരു വഴിയുമില്ല. അപ്പോൾ അതൊരു എഗ്രിമെൻ്റ് വിവാഹമാണെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. കാരണം എൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയുണ്ട്, അതിനോടൊപ്പം തന്നെ അഞ്ജനനെ ഒഴിവാക്കുകയും വേണം. അതിനെനിക്ക് ഇത് മാത്രമായി ഒരു പോൻവഴിയായിട്ട് തോന്നിയുള്ളൂ എന്ന് പറഞ്ഞ് ഭൂമിയോട് എഗ്രിമെൻ്റ് വിവാഹം നടത്തുകയാണ് കേട്ടോ. ഇതേ സമയത്ത് അച്യുതനും മരിക്കും. അതുപോലെ തന്നെ ഭൂമിയുടെ അമ്മയും ജയിലിലാകും. അങ്ങനെ ആരും തന്നെ തുണയോ ഒരു താങ്ങോ ഒന്നുമില്ലാതെ ഒറ്റയ്ക്കായി പോകുന്ന ഭൂമി അജയുടെ ആ ഒരു ഓഫർ സ്വീകരിക്കുകയാണ് കേട്ടോ. കുറച്ച് കാലത്തേക്ക് എന്ന പോലെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന് എഗ്രിമെൻറ്റിന് ഒപ്പുവെക്കുകയാണ് കേട്ടോ ഭൂമി. അങ്ങനെ ഇരിക്കെ നമ്മുടെ അഞ്ജന, അതായത് അഞ്ജന ഒറിജിനലായിട്ട് ഒരു വിവാഹം കഴിക്കുകയാണെന്ന് പറഞ്ഞ ഭൂമി, നമ്മുടെ ഭവാനി ആയിരിക്കും അച്യുതനെ കൊല്ലുന്നതും അതുപോലെ തന്നെ ഭൂമിയെ നശിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. പക്ഷേ അതെല്ലാം ഭൂമിയെ തകർക്കാൻ അവർക്ക് കഴിയില്ല. പകരം അച്യുതൻ്റെ ജീവനായിരിക്കും കേട്ടോ പൊലിഞ്ഞു പോകുന്നത്. അങ്ങനെ എല്ലാവരുടെ പദ്ധതികൾക്ക് തകിടം മറിച്ചുകൊണ്ട് ഭൂമി അജയുടെ കൈപിടിച്ച് നമ്മുടെ സൗഭാഗ്യപുരത്തേക്ക് വലത് കാലി വെച്ച് കയറുകയാണ് കേട്ടോ. അവിടെ മുതൽ കഥ ആരംഭിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഭൂമിയോട് വല്ലാത്തൊരു ഇഷ്ടം സ്നേഹവും ഒക്കെ തോന്നുകയാണ് കേട്ടോ സത്യനും. കാരണം താൻ തൻ്റെ ജീവനേക്കാളേറെ സ്നേഹിച്ച അച്ഛൻ്റെ മരണത്തിൽ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് ആകെ തളർന്നിരിക്കുന്ന ഭൂമിയെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ സത്യനും. സത്യൻ ഭൂമിയോട് പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാ, ഒരു നാണയത്തിൻ്റെ മറുവശം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കെൻ്റെ മകൾ നഷ്ടപ്പെട്ട വേദന, തൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ട വേദന, എന്തായാലും നമ്മൾ രണ്ടുപേരും ഒരേ വേദന അനുഭവിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ ഭൂമി പറയുന്നുണ്ട്, എന്നെ സാറിൻ്റെ മകളായിട്ട് ആ ഒരു സ്നേഹം എനിക്ക് തന്നൂടെ എന്ന് ചോദിക്കാൻ കേട്ടോ. ഈ സമയത്ത് സത്യം പറയുന്നുണ്ട്, തന്നെ കണ്ട നാൾ മുതൽ ഞാൻ എൻ്റെ മകളായി തന്നെയാണ് കാണുന്നത്, ആ ഒരു സ്നേഹവും വാത്സല്യം എനിക്ക് തന്നോട് എപ്പോഴും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സത്യൻ്റെ വാക്കുകളിൽ ആശ്വാസമാകുകയാണ് കേട്ടോ നമ്മുടെ ഭൂമിക്ക്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഭവാനി. അങ്ങനെ ഭവാനിയുടെ ഉള്ളിൽ പെടയുകയാണ്. കാരണം അച്ഛനിൽ നിന്നും, അതായത് മകളിൽ നിന്നും അച്ഛനിലേക്കുള്ള ആ ഒരു ദൂരമെന്ന് പറയുന്നത് ഇനി അതിവിദൂരമല്ല. ഇപ്പോൾ രണ്ടുപേരും ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇടപഴകാനും ഒക്കെയുള്ള ഒരു അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛന് തൻ്റെ യഥാർത്ഥ മകളെ തിരിച്ചറിയാനുള്ള വഴി ഞാൻ തന്നെ ഒരുക്കി കൊടുക്കണോ എന്നാലോചിച്ച് ഭവാനി എങ്ങനെയെങ്കിലും നമ്മുടെ ഭൂമിയെ തീർക്കാനും അതുപോലെ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്ത് ചാടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം പാളിപ്പോകാൻ കേട്ടോ. അജയ് കട്ടയ്ക്ക് തന്നെ നമ്മുടെ ഭൂമിയുടെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു പോയിന്റിൽ അജയ് നമ്മുടെ ഭൂമിയെ ജീവന് തുല്യം സ്നേഹിക്കുകയും ഒരിക്കലും വിട്ടുപിരിയാത്ത വിധം രണ്ടുപേരും അടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ കുറേ എപ്പിസോഡുകൾക്ക് ശേഷമായിരിക്കും. അങ്ങനെ പിന്നീട് കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം രാത്രി ഭൂമിക്ക് ഉറങ്ങാൻ പോലും കഴിയില്ല. തൻ്റെ അച്ഛൻ്റെ ഓർമ്മകളായിരിക്കും ഭൂമിയുടെ മനസ്സിൽ നിറച്ച്. അപ്പോൾ ഭൂമി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, താൻ അറിയാത്ത എന്തോ ഒരു രഹസ്യം അച്ഛന് മുൻപിലുണ്ട്. കാരണം അച്ഛൻ അന്ന് അർദ്ധരാത്രി തന്നെ അവിടെ നിന്നും പോകണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിന് പിന്നിൽ എന്തോ ഒരു വലിയ സത്യമുണ്ട്. പക്ഷെ അച്ഛൻ അതിനോട് പറയുന്നതിന് മുൻപ് തന്നെ അച്ഛൻ മരണപ്പെട്ടു. അത് മാത്രമല്ല, അച്ഛൻ്റെ മരണം, അച്ഛൻ്റെ സ്വഭാവം കൊണ്ട് ആരും തന്നെ അച്ഛന് ശത്രുക്കളില്ല. പിന്നെ എങ്ങനെ അച്ഛനെ ഗുണ്ടകളെല്ലാം കൂടെ കൊന്നു? അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ എന്തോ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ ആ സത്യമെല്ലാം കണ്ടുപിടിക്കണം. എനിക്ക് അച്ഛൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കണം. അച്ഛൻ മരിച്ചു പോയെങ്കിലും അച്ഛൻ ഇപ്പോൾ ഇതെല്ലാം ഇരുന്ന് കാണുന്നുണ്ടായിരിക്കും. ഒരു മകളെന്ന നിലയ്ക്ക് എനിക്ക് അച്ഛന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അവസാന കാര്യം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ ആഗ്രഹം എന്താണോ അത് എനിക്ക് നിറവേറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ ഭൂമി സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. ഇത് പെട്ടെന്ന് അജയ് അത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അജയ് പെട്ടെന്ന് രാത്രിയിൽ തനിക്ക് എന്താ പറ്റിയത്, താൻ പെട്ടെന്ന് സ്വപ്നം കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഭൂമി പറയുന്നുണ്ട്, അത് പിന്നെ അതൊന്നും അല്ല അജയ്,
ഞാൻ പെട്ടെന്ന് അച്ഛനെക്കുറിച്ച് ഓർത്ത് കിടന്നതുകൊണ്ടാണോ എന്നറിയില്ല, അച്ഛനെ സ്വപ്നം കണ്ടു. അച്ഛൻ എന്തൊക്കെയോ എന്നോട് വന്ന് പറഞ്ഞതുപോലെ ചുറ്റും നിനക്കുള്ളവരൊന്നും അത്ര നല്ലതല്ല, നീ എന്തോ അപകടത്തിലാണ് എന്നൊക്കെ അച്ഛൻ എന്നോട് വന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ അജയ് പറയുന്നുണ്ട്, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. ഇവിടെ എല്ലാവർക്കും നിന്നെ എന്ത് കാര്യമാണെന്ന് നിനക്കറിയാമല്ലോ. മുത്തശ്ശിയാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അതുപോലെ തന്നെ സത്യനങ്ങൾ നിന്നെ മകളായിട്ട് ദത്തെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും നിനക്ക് ചുറ്റുമുണ്ടല്ലോ, പിന്നെ നീ എന്തുകൊണ്ടാണ് അങ്ങനെ പേടിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭൂമി പറയുന്നുണ്ട്, അതല്ല അജയ്, ഇവിടെയുള്ളവർ എന്നല്ലായിരിക്കും. എൻ്റെ അച്ഛൻ്റെ മരണം തന്നെ ഒരു ദുരൂഹത നിറഞ്ഞ മരണമല്ലേ. അച്ഛന് അത്ര പെട്ടെന്നൊന്നും മരിക്കേണ്ട ആളല്ല. അച്ഛന് ഇതെന്ത് പറ്റിയെന്ന് ഞാൻ ആലോചിക്കുക. അച്ഛന് ക്യാൻസർ ഉണ്ടായിട്ട് പോലും അതിൽ നിന്ന് അതിജീവിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ കഷ്ടപ്പെട്ടത് മൊത്തം. അങ്ങനെ പോലും ക്യാൻസറിന് പോലും എൻ്റെ അച്ഛനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല എൻ്റെ അച്ഛനെ എന്നിൽ നിന്ന് പറിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ആ ഗുണ്ടകളുടെയൊക്കെ ലക്ഷ്യം എന്തോ മറ്റൊന്നാണ്, എന്തോ ഒരു സത്യം മറഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല, അച്ഛൻ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്നും എവിടേക്കെങ്കിലും പോകണമെന്നും തീരുമാനിച്ചു, നാട് വിടണമെന്ന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അതാ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ അജയ് പറയുന്നുണ്ട്, താൻ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ടാടോ, ദൈവം തനിക്കിതൊക്കെ കാണിച്ചു തരും, താൻ അതുകൊണ്ട് വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു തുമ്പ് ലഭിക്കും എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയെ കണ്ടെന്ന് സംസാരിക്കാൻ മേലായിരുന്നു ചോദിക്കുമ്പോൾ ഭൂമി പറയുന്നുണ്ട്, അമ്മയോട് ഞാൻ 1000 തവണ ചോദിച്ചത്, പക്ഷെ അമ്മ ഒട്ടും വിട്ടു നൽകുന്നില്ല. അമ്മ ഒറ്റ കാര്യം മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് നീ മാത്രമേ ഉള്ളൂ, എൻ്റെ മരണം വരെ നീ എൻ്റെ കൂടെ കാണണം, എൻ്റെ മകളാണ് നീ, അന്ന് മാത്രം അമ്മ പറയുന്നുള്ളൂ. ഒരുമാതിരി മാനസിക നില തെറ്റിയവരുടെ രീതിയിലാണ് അമ്മയുടെ സംസാരമൊക്കെ. അത് കാണുമ്പോൾ എനിക്കും സങ്കടം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അജയ് പറയുന്നുണ്ട്, തനിക്ക് ഞാൻ വാക്ക് നൽകാണ്, തൻ്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിലുള്ള ആ ഒരു ദുരൂഹത നിറഞ്ഞത് നമുക്ക് കണ്ടുപിടിക്കുക തന്നെ ചെയ്യുന്നു. കുറച്ച് സമയം താൻ എനിക്ക് ഇപ്പോൾ താൻ ഹാപ്പി ആയിട്ടിരിക്കുക, ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങളൊന്നും കാണാതെ അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അത് മാത്രമല്ലേ തനിക്ക് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അജയുടെ സ്നേഹത്തിലും നമ്മുടെ ഭൂമി എല്ലാം മറക്കാണ് കേട്ടോ. ഭൂമിയുടെ മനസ്സിന് ഒരു ആശ്വാസമാകുകയാണ് കേട്ടോ അജയുടെ വാക്കുകൾ. അങ്ങനെ അജയ് പിന്നീട് കിടന്നിങ്ങനെ ഉറങ്ങുമ്പോഴത്തേനും അജയനെ ഇങ്ങനെ നോക്കിയിരിക്കാൻ കേട്ടോ ഭൂമി. അപ്പോൾ അജയും കണ്ണ് തുറന്നിട്ട് ചോദിക്കുന്നത് എന്താടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഭൂമിയും കിടക്കാണ് കേട്ടോ. അവിടെ കൊണ്ട് തന്നെ അവരുടെ അകലങ്ങളൊക്കെ മാറി അവർ അടുത്ത് തുടങ്ങുന്നൊക്കെ എപ്പിസോഡുകളായിരിക്കും കേട്ടോ അവിടെ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഭൂമി പിറ്റേ ദിവസം രാവിലെ തന്നെ ഭൂമി താമസിച്ചിരുന്ന അച്ഛനും അമ്മയും ഒക്കെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ കൊച്ചു വീട്ടിലേക്ക് ഭൂമി പോവുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അച്ഛൻ്റെ ഫോട്ടോസും ആ ഒരു അച്ഛൻ്റെ ഓർമ്മകളും ഭൂമി അവിടെ ജീവിച്ച് അതൊക്കെ ഇങ്ങനെ ഭൂമി ഓർക്കാൻ കേട്ടോ. അവിടെ ഓടിക്കളിച്ച് വളർന്നതും അച്ഛനും അമ്മയും ഭക്ഷണം വാരി തന്നതും പിന്നെ അച്ഛൻ അവസാനമായി തനിക്ക് തന്ന ആ ഒരു സാരിയെക്കുറിച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മയുടെയും കൂടെ ജീവിച്ച ആ ഒരു ഓർമ്മകൾ മൊത്തം ഭൂമി അവിടെ നിന്നും അയവിറക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമി അവിടെ കുറേ നേരം ഇരിക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്തായിരിക്കും അച്ഛൻ്റെ അമ്മയുടെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും അച്യുതനെ കാണുന്നത് പോലെയൊക്കെ ഭൂമിക്ക് തോന്നുകയാണ് കേട്ടോ. അങ്ങനെ അച്യുതൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്നത് പോലെയൊക്കെ തോന്നുകയാണ് ഭൂമിക്ക്. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് ഒരു റെങ്കുപെട്ടി ഷെയ്ഡിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഭൂമിയുടെ ശ്രദ്ധയിൽ പെടുന്നത്. അങ്ങനെ ഭൂമി അത് എടുക്കാൻ കേട്ടോ. എടുക്കുമ്പോൾ അച്ഛൻ്റെ പഴയ ഫോട്ടോകളും അച്ഛൻ്റെ അമ്മയുടെ കല്യാണ ഫോട്ടോകളും ഒക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ അതിൽ നമ്മുടെ ഭൂമിയുമായിട്ട് ഒത്തുള്ള ഒരു ഫോട്ടോസും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ചെറുപ്പത്തിൽ ഭൂമി ഉണ്ടായിരുന്ന ഒരു ഫോട്ടോയും അതിലുണ്ടാവും. നമ്മുടെ അച്യുതനും അംബികയും കൂടെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഫോട്ടോ കാണുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഭൂമിക്കൊരു സംശയം തോന്നുകയാണ്. എന്നിട്ട് ഭൂമി പറയുന്നുണ്ട്, ഇത് സത്യൻ സാറിൻ്റെ മോളുടെ ഫോട്ടോ കാണിച്ച് ആ ഒരു ഷേപ്പ് തന്നെ ഉണ്ടല്ലോ എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ എന്നിങ്ങനെ ഒരു സംശയത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ ഭൂമിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഭൂമി പറയാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാദൃശ്യം തോന്നിയതാവാമെന്ന് പറഞ്ഞിട്ട് അതങ്ങ് വിട്ട് കളയാൻ കേട്ടോ. അങ്ങനെ ഭൂമി ചകഞ്ഞ് ഇങ്ങനെ പെട്ടി മൊത്തം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഭൂമിയുടെ ചെറിയ കാണാതെ പോയ സമയത്ത് ഇട്ടിരുന്ന ആ ഒരു ഉടുപ്പ്, പിന്നെ അങ്ങനെ ഭൂമിയുടെ കൊച്ചു കാര്യങ്ങളെല്ലാം അച്യുതൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഭൂമിയുടെ ശ്രദ്ധയിൽ പെടുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമി തന്നെ പറയാണ്, എൻ്റെ ഓർമ്മകളെല്ലാം എൻ്റെ അച്ഛൻ പൊന്നുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലോ വെച്ചാൽ, എന്നിട്ട് എന്നെ വിട്ടിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ അച്ഛൻ പോയി കളഞ്ഞല്ലോ, എത്ര സ്നേഹം എൻ്റെ അച്ഛൻ എന്നോടുണ്ടായിരുന്നു, എന്നിട്ട് ഇത്ര വേഗം എന്നിൽ നിന്നും പോയില്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഓർമ്മകളെ കെട്ടുപിടിച്ചിട്ട് നമ്മുടെ ഭൂമി കരയാണ് കേട്ടോ. ആ സമയത്തായിരിക്കും എന്നിട്ട് ഭൂമിയാണെങ്കിൽ ആ പെട്ടി ഇങ്ങനെ അടച്ചു വെക്കാൻ നേരമായിരിക്കും അതിൽ നിന്ന് ഒരു ഡയറി താഴേക്ക് വീഴുകയാണേ. അങ്ങനെ ആ ഡയറി കാണുമ്പോൾ ആ ഡയറി
കുറേശ്ശെയായിട്ട് വായിക്കാൻ കേട്ടോ. അങ്ങനെ വായിച്ച് ഒരു അവസ്ഥയിലെത്തുമ്പോഴായിരിക്കും ഭൂമി ആരെന്നുള്ള സത്യം ഭൂമി മനസ്സിലാക്കുന്നത്. അങ്ങനെ അച്യുതൻ അതിൽ കുറിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ, 2.5 വയസ്സിൽ തനിക്ക് കൊല്ലാൻ കിട്ടിയ മകളായിരുന്നു, ഒരു പെൺകുട്ടിയായിരുന്നു, ഒരു സുന്ദരി കുട്ടിയായിരുന്നു ഭൂമി, അല്ല അഭിരാമി എന്നുള്ളൊരു സത്യം ഇങ്ങനെ മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ കണ്ണുകളോടുകൂടി ഭൂമി ആ സത്യങ്ങൾ മുഴുവൻ വായിച്ചെടുക്കുകയാണേ. അങ്ങനെ മനസ്സിലാക്കുകയാണ് താൻ സത്യൻ സാറിൻ്റെ അഭിരാമിയായിരുന്നു എന്നും അച്യുതൻ്റെ കൈകളിലേക്ക് ഭവാനി തന്നെ കൊല്ലാൻ ഏൽപ്പിച്ചതായിരുന്നു എന്നും. അപ്പോൾ ഭവാനിയാണ് തന്നെ കൊല്ലാൻ ഏൽപ്പിച്ചതെന്നുള്ള കാര്യം അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. ഇങ്ങനെ മാത്രം പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ കൊല്ലാൻ ഏൽപ്പിച്ചതായിരുന്നു എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക കേട്ടോ. അങ്ങനെ എന്താ എഴുതിയിട്ടുണ്ടായിരിക്കുക. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടി, പക്ഷേ ഞങ്ങൾക്ക് ആ പൊന്നുമോളുടെ മുഖം കണ്ടപ്പോൾ കൊല്ലാൻ തോന്നിയില്ല. ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഭാര്യയായിരുന്നു ആവശ്യപ്പെട്ടത്, നമുക്ക് ഇവളെ പൊന്നുപോലെ വളർത്താം ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും പിന്നെ ഭൂമിയാണ് ലോകം എന്ന് പറഞ്ഞിട്ട് വളർത്തിക്കൊണ്ട് വരുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും കേട്ടോ. ആ ഒരു നിമിഷത്തിൽ ഭൂമി തകർന്നു പോകുകയാണ്, സത്യങ്ങളൊക്കെ മനസ്സിലാക്കി. അങ്ങനെ ഭൂമി പെട്ടെന്ന് ആ ഡയറി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ. അങ്ങനെ അത് കബോർഡിൽ വെച്ചിട്ടുണ്ടായിരിക്കെ അങ്ങനെ ഭൂമിക്ക് ഈ സത്യങ്ങളൊക്കെ ആരോട് തുറന്നു പറയണം, എങ്ങനെ തുറന്നു പറയണം എന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ ഭൂമിയാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമി പിന്നീട് ചിന്തിക്കുകയാണ്, അപ്പോൾ എൻ്റെ അച്ഛനല്ലേ അച്യുതൻ, അപ്പോൾ ഈ സത്യങ്ങളൊക്കെ എന്നോട് മറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നോ അച്ഛൻ പലപ്പോഴും അച്ഛനും അമ്മയും സംസാരിച്ചതും ഈ നാട് വിടണമെന്നൊക്കെ തീരുമാനിച്ചത്. ഞാൻ ചിലപ്പോൾ ഈ വീട്ടുകാരുമായിട്ടും ഒന്ന് അടുക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഉള്ളിൽ ഭയമായി കാണും. പാവം എൻ്റെ അച്ഛൻ എന്നെ കൊല്ലാതെ വളർത്തി പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്നില്ലേ, അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഉള്ളിലെ വേദന അതായിരുന്നു കാണും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാനും കേട്ടോ. അങ്ങനെ എന്നിട്ട് ഭൂമി ആ ഒരു സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഭൂമിയെ പകൽ മുഴുവൻ കാണാത്തത് കൊണ്ട് തന്നെ എവിടെ പോയി എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സത്യൻ വീട്ടിലേക്ക് സത്യൻ ഭൂമിയുടെ റൂമിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ മോളെ എന്ന് വിളിക്കുമ്പോൾ ആ ഒരു വിളി കേൾക്കുമ്പോൾ ഭൂമി അച്ഛനല്ലേ ആ വിളിക്കണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞ് പുറകോട്ട് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമിയാണെങ്കിൽ സത്യനെ ഇങ്ങനെ വല്ലാതെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് സത്യം ചോദിക്കുന്നുണ്ട്, എന്താ താൻ ഇങ്ങനെ എന്നെ നോക്കുന്നത്, മുമ്പ് കണ്ടിട്ടില്ലാത്ത പോലെ എന്നിങ്ങനെ ചോദിച്ചിട്ട് പറയുന്നുണ്ട്, അല്ല ഞാനിപ്പോൾ വന്നതെന്താണെന്ന് വെച്ചാൽ രാവിലെ താൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, അപ്പോൾ താൻ എവിടെ പോയിന്ന് ഇവിടെ എല്ലാവരോടും ചോദിച്ചപ്പോൾ അറിയില്ല എന്നാണ് പറഞ്ഞത്. അതാ താൻ വല്ല ആവശ്യത്തിനും പോയതാണോ, തിരികെ വന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വന്നേ ഉള്ളൂ, എന്താ ഇങ്ങനെ നോക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഭൂമി പറയണേ, ഞാൻ അച്ഛാന്നൊന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സത്യം പെട്ടെന്ന് ഇങ്ങനെ എന്താ ഈ കുട്ടിക്ക് പറ്റിയ എന്നുള്ളൊരവസ്ഥയിൽ ഇങ്ങനെ നോക്കുമ്പോൾ, അല്ല ഞാനിന്ന് എൻ്റെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിരുന്നു, ഞങ്ങളുടെ പഴയ സ്വർഗത്തിലേക്ക്. അവിടെ ചെന്നപ്പോൾ അച്ഛൻ്റെ ഓർമ്മകൾ എന്നെ വല്ലാതെ അലട്ടി. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു മനസ്സിനൊരു ബുദ്ധിമുട്ട്. അതാ ഞാൻ ചോദിച്ചത് എൻ്റെ അച്ഛനായിട്ട് കണ്ടോട്ടെ, എൻ്റെ അച്ഛനായി ഞാൻ വിളിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പം അതിനെന്താടോ താൻ വിളിക്കുക, ഞാൻ പറഞ്ഞല്ലോ, എത്ര തവണ പറഞ്ഞു താൻ എൻ്റെ മകള് തന്നെയാണ്, മുൻജന്മത്തിൽ താൻ എൻ്റെ മകളായിരുന്നു കാണും എന്ന് പറയുമ്പോൾ ഭൂമി പറയുന്നുണ്ട്, മുൻജന്മത്തിലല്ല അച്ഛാ, ഈ ജന്മത്തിലാണ് ഞാൻ അച്ഛൻ്റെ മകൾ, പക്ഷേ അച്ഛനത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഭൂമിയാണെങ്കിൽ സത്യനെ അങ്ങ് കെട്ടിപ്പിടിക്കാനുണ്ട്. അപ്പോൾ സത്യനെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അച്ഛൻ്റെ ഓർമ്മകളും അത് ആ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഭൂമിക്ക് വല്ലാതെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടായിരിക്കും, അതായിരിക്കും എന്ന് പറഞ്ഞാൽ ഭൂമി ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരികയായിരിക്കും കേട്ടോ ഭവാനി. അത് കണ്ടുകൊണ്ട് വന്ന ഭവാനിക്ക് അതൊട്ടും അങ്ങ് ദഹിക്കുന്നില്ലേ. അങ്ങനെ ഭൂമി ഇങ്ങനെ നമ്മുടെ സത്യൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഭവാനി ഇങ്ങനെ ദേഷ്യത്തോടെ തങ്ങളെ നോക്കി നിൽക്കുന്നത് കാണുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഭൂമിക്ക് ഒരു ഡൗട്ട് തോന്നുകയാണ്, അച്ഛൻ എഴുതിയിരുന്ന ഈ കുടുംബത്തിൽ തന്നെ ആയിരുന്നു ഇവളുടെ കാലൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഭവാനിയെക്കുറിച്ച് എഴുതിയിരുന്നത്. അപ്പോൾ ഈ ഭവാനിയാണോ ഇതിനൊക്കെ പിന്നിലെന്ന് നമ്മുടെ ഭൂമിക്കൊരു സംശയം തോന്നുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഭൂമി ഇങ്ങനെ നോക്കുന്നതാണ്, ഭവാനി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമിയാണെങ്കിൽ പിന്നീട് ഈ സത്യങ്ങൾ, അതായത് തന്നെ എങ്ങനെ നഷ്ടപ്പെട്ടു, ആരാണ് തൻ്റെ അച്ഛൻ്റെ കൈകളിലേക്ക് തന്നെ കൊണ്ടു കൊടുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഭൂമിയാണെങ്കിൽ അങ്ങനെ പിന്നെ അവിടെ നിന്നും അന്വേഷണം തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു സത്യം താൻ മനസ്സിലാക്കിയ കാര്യം അജയോട് പോലും പറയുന്നില്ല കേട്ടോ. കാരണം അജയ് പോലും ഇപ്പോൾ അറിയേണ്ട എല്ലാ തെളിവുകളോടും കൂടി വേണം എനിക്ക് ഇതെല്ലാം സത്യങ്ങളെല്ലാം എനിക്ക് എല്ലാവരെയും അറിയിക്കാൻ എന്നുള്ള അതും ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരിയായവരെ ഈ കുടുംബത്തിന് മുൻപിൽ കൊണ്ടുവന്നിട്ട് വേണം എനിക്ക് സത്യങ്ങൾ തെളിയിക്കാൻ എന്നൊരു വാശിയായിരിക്കും കേട്ടോ ഭൂമിക്ക്. അങ്ങനെ ഭൂമിയാണെങ്കിൽ
ഈ കുടുംബത്തിലെ പരമ്പരാഗതമായ മാല മുത്തശ്ശിയോട് ഒന്ന് കാണിക്കാനൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള മാലയും അതും സെയിം ആണോ എന്നൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി ഭൂമി സത്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി പുറപ്പെടുന്ന ഇതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഭവാനിയാണ് തൻ്റെ അച്ഛനെ ചതിച്ച് തൻ്റെ അച്ഛൻ്റെ കയ്യിലേക്ക് തന്നെ ഏൽപ്പിച്ചതും കൊല്ലാൻ ഏൽപ്പിച്ചതും എന്നൊക്കെയുള്ള സത്യങ്ങളും നമ്മുടെ ഭൂമി അധികം വൈകാതെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഭൂമി സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഭവാനി ഭൂമിയെ കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അജയ് വന്ന് രക്ഷപ്പെടുത്തുകയും എന്തിനാണ് അപ്പച്ചിക്ക് ഇത്ര വൈരാഗ്യം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഭവാനിയുടെ വായിൽ നിന്ന് തന്നെ സത്യങ്ങൾ അജയും തിരിച്ചറിയാൻ കേട്ടോ. അങ്ങനെയൊക്കെ ആയിരിക്കും കഥ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ തെലുങ്ക് ബേസ് ചെയ്തിട്ടാണ് കേട്ടോ പറഞ്ഞത്.